പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മലുണ്ട്. സാജിദ്, പാലക്കാട്ടാണ് ആദ്യ പരിപാടി ബി.ജെ.പിയുടെ. സ്വാഭാവികമായും ബി.ജെ.പി വലിയ പ്രതീക്ഷ വെക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പാലക്കാട്. കഴിഞ്ഞ കുറിയും അതിന് മുമ്പത്തെ കുറിയുമൊക്കെ ജയസാധ്യത ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു താനും. ഇക്കുറിയും ആ സാധ്യതയും പ്രതീക്ഷയും അവർ മുന്നോട്ട് വെക്കുന്നു. സ്വാഭാവികമായി ആ സാധ്യതയ്ക്ക് കുറെ ആക്കം കൂട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിയെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നത് എത്ര കളർഫുൾ ഷോയ്ക്ക് വേണ്ടിയാണ് അവിടെയും ആസൂത്രണം നടത്തിയിട്ടുള്ളത് ബി.ജെ.പി? പ്രധാനമന്ത്രിയെ എത്തിച്ച് പരമാവധി വലിയ ഓളമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി ലക്ഷ്യം ഇടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പാലക്കാട് മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ 12 മണ്ഡലങ്ങളെയും ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ എത്തും. 1:30 കൂടിയാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തുക. മേഴ്സി കോളേജിൽ നിന്ന് ഏതാണ്ട് ഈ മിഷൻ സ്കൂൾ വരെ ഈ കാറിൽ സഞ്ചരിക്കും. പിന്നീട് തുറന്ന വാഹനത്തിൽ ഏതാണ്ട് ഒരു 200 മീറ്റർ ഈ സഞ്ചരിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ക്രമീകരണങ്ങളുള്ളത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഈ ഹെലികോപ്റ്റർ മാർഗം തൃശ്ശൂരിലേക്ക് പോവുക. ഈ പാലക്കാട് ഈ ചെറിയ ഒരു റോഡ് ഷോ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് ഈ 5000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ബി.ജെ.പി ഈ എ ക്ലാസ് മണ്ഡലമായി കാണുന്ന പാലക്കാട് ഉൾപ്പെടെ വലിയ ഒരു ചലനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ തുടരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മുന്നണികളുടെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ഇനി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ള പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കൾ അടുത്ത ദിവസങ്ങളിലായി എത്തുകയും ചെയ്യും. ഇന്ന് ശശി തരൂർ ഉണ്ട്. ശശി തരൂർ ഈ 2 മണ്ഡലങ്ങളിൽ പര്യടനത്തിനായി ഉണ്ട്. ഇതുകൂടാതെ ഷാഫി പറമ്പിൽ പാലക്കാട് റോഡ് ഷോ നടത്തുന്നുണ്ട്. പട്ടാമ്പിയിലും മണ്ണാർക്കാടും എല്ലാം റോഡ് ഷോ ഉണ്ട്. ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശം നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് തുടരുന്നത്.